PC ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ 10th പ്രിലിംസിൻ്റെ ആദ്യഘട്ട പരീക്ഷ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, ഇന്ന് നടന്ന 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. 10th പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്തിരുന്നു. ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിൽ നിന്ന് അതൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ അതിനകത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിൽ നിന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത് കണ്ടതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ക്ലാസ്സുകൾ 10th പ്രിലിംസ് ഒരു മിഷൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 1.5 മാസം നീണ്ടു നിന്ന ഈ ക്ലാസ്സിൽ നമ്മൾ ഒട്ടുമിക്ക ടോപ്പിക്സും സിലബസ് കുറേ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ റിപ്പീറ്റ് ചോദ്യങ്ങൾ നമ്മുടെ ക്ലാസ്സുകളിൽ നിന്നും ചോദിച്ചു കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ 1-2 പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ക്ലാസ്സുകളിൽ ഒരുപാട് ഉപകാരപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അവരോടൊക്കെ പേഴ്സണൽ മെസ്സേജ് അയച്ചവരോടൊക്കെ ഒരുപാട് താങ്ക് യു കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ പരീക്ഷ എളുപ്പമാണോ അല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുറേയും സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു 10th പ്രിലിംസ് ഇതിന് അത്രയും സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങൾ കുറച്ച് ടഫായിട്ട് തോന്നി. എന്നാൽ പോലും മീഡിയം ലെവൽ ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഒത്തിരി എളുപ്പമല്ല എന്നാൽ ഒത്തിരി പാടുമല്ല, എന്നാൽ ഭയങ്കര സിമ്പിളെന്ന് പറയാനൊന്നും പറ്റില്ല. അത്യാവശ്യം സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും ആവശ്യം 10th പ്രിലിംസിന് ശരിക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ ഡിസ്കഷനിലേക്ക് പോകുന്നില്ല, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ചോദ്യം ഇതാണ്: 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച കാൻഹിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇനി വരുന്ന സ്റ്റേജുകളിൽ 10th പ്രിലിംസ് എഴുതുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നൽകുന്നതായിരിക്കും കേട്ടോ. മോഡൽ പരീക്ഷ ഉൾപ്പെടെയാണ് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നൽകുന്നത്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതിയിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്ക് ഉപകാരപ്പെട്ട പോലെ ഇനി വരുന്ന ലെവലുകൾ പരീക്ഷകൾക്കും ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഏതാണ് അത് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറഞ്ഞിട്ടുള്ളത്? എന്താണ്? സാഹിത്യ നൊബേൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. പ്രസ്താവന ശരിയാണോ? പ്രസ്താവന ശരിയാണ്. അതുപോലെ തന്നെ സാഹിത്യ നൊബേൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ശരിയാണ്. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥ പരമായ രചനയാണ്. ശരിയാണോ? അതും ശരിയാണ്. എല്ലാ പ്രസ്താവനയും ശരിയാണ്. ടോപ്പ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഇതിലേതാണ് ശരിയായിട്ടുള്ള ജോഡി വരുന്നത്? ഒന്ന് നോക്കിക്കേ. ഇതിലേതാണ് ശരിയായിട്ടുള്ള ജോഡി? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. ശരിയാണ്. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ്. ശരിയാണ്. അതുപോലെ 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായി. ശരിയാണോ? തെറ്റാണ്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. ശരിയാണ്. അപ്പോൾ ഈ 1, 2, 4 ശരി. അപ്പോൾ 1, 2, 4 ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് 1885 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസ് പിളർപ്പ് കിടക്കുന്നത്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. അപ്പോൾ 1, 2, 4 പ്രസ്താവന ശരിയായതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത്: സ്വതന്ത്ര സമര കാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത് എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കാം ഏതാണ് ശരിയായത്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ശരിയാണോ? ശരിയാണ്. 1924 ഒക്ടോബർ 12 ആരംഭിച്ചു. ശരിയാണോ? ശരിയാണ്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. ശരിയാണോ? പ്രസ്താവന തെറ്റാണ്. പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് താനൂരിലായിരുന്നു. ശരിയാണോ? ശരിയാണ്. അപ്പോൾ 1, 2, 3 പ്രസ്താവന ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഇതിലേതാണ് തെറ്റായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത്? ഓടക്കുഴൽ അവാർഡ് ഡി വിനയചന്ദ്രൻ എന്നതാണ് തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ട് വരിക. ഈ ഒരു ജോഡിയാണ് ഇതിൽ തെറ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം: വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ ഏത്? വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചിട്ടുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് വൈകുണ്ഠസ്വാമിയെക്കുറിച്ചുള്ള പ്രസ്താവനയിൽ ശരിയായിട്ടുള്ളത്? അപ്പോൾ 1908 തിരുവനന്തപുരം ജില്ലയിൽ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. ശരിയാണോ പ്രസ്താവന? പ്രസ്താവന തെറ്റാണല്ലേ. അദ്ദേഹത്തിന് വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. ശരിയാണോ? പ്രസ്താവന ശരിയാണ്.
അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. ശരിയാണോ? അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചന തന്നെയാണ്. ശരിയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടോ? കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടല്ലേ. അപ്പോൾ കണ്ണാടി പ്രതിഷ്ഠ അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. ഇത് രണ്ടും എന്താണ്? നമുക്ക് ഉറപ്പാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നത് അതും ഉറപ്പാണ്. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. ആ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ശരിയായിട്ട് വരിക? ഇതിൽ ശരിയായിട്ട് വരുന്നത് നമ്മുടെ ഓപ്ഷൻ ബി ആയിരിക്കും കേട്ടോ. ബി ആണ് ഇവിടെ ശരിയായിട്ട് വരിക. നമ്മൾ വൈകുണ്ഠസ്വാമികളെക്കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. ഇനി വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കുറിച്ച് കലാപത്തെക്കുറിച്ച് താഴെ പറയുന്ന തെറ്റായ പ്രസ്താവനയത്. കുറിച്ച് കലാപം അല്ലേ. കുറിച്ച് കലാപം നമ്മൾ ക്ലാസ്സിൽ എടുത്തിൽ പോയിട്ടുള്ള ടോപ്പിക്കാണ്. കുറിച്ച് കലാപത്തെക്കുറിച്ച് എന്താണ് പ്രസ്താവനയാണ് ഇതിൽ തെറ്റായിട്ട് വരുന്നത്? നോക്കിക്കേ, എന്താണ് തെറ്റായിട്ട് വരുന്നത്? 1812 കലാപം നടന്നത്. 1812 കലാപം നടന്നിട്ടുള്ളത്? അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ളത് നോക്കിക്കേ. കലാപം നടന്നത് 1812 കലാപം നടന്നത് 1812 പ്രസ്താവന എന്നാണ്? ശരി തന്നെയാണല്ലേ. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ നിയോഗിച്ചു. പ്രസ്താവന ശരിയാണോ? പ്രസ്താവന തെറ്റാണ്. കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. കലാപത്തിൻ്റെ പ്രധാന നേതാവ് പാലിയത്തച്ഛനായിരുന്നോ? അല്ല. പ്രസ്താവന തെറ്റാണ്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് എന്താണ്? കുറിച്ച് കലാപവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്. അതുകൊണ്ട് അതും ശരിയാണ്. 2ഉം 4ഉം ശരിയാണ്. 1ഉം 2ഉം തെറ്റാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന ഏതാ? ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ശരിയായ കാലക്രമം, സംഭവങ്ങളൊക്കെ ശരിയായിട്ടുള്ള കാലക്രമത്തിലാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള കാലക്രമത്തിൽ വരുന്നത്? ശരിയായിട്ടുള്ള കാലക്രമത്തിൽ അതിർത്തി ഗാന്ധിയുടെ മരണം, മലബാർ കലാപം, ക്ഷേത്രപ്രവേശന വിളംബരം, ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം. ഇതിലാണ് ഇപ്പോൾ ശരിയായിട്ട് കാലക്രമത്തിലാക്കുമ്പോൾ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 2, 3, അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണല്ലേ, അദ്ദേഹത്തിൻ്റെ മരണം. അപ്പോൾ ലാസ്റ്റ് അപ്പോൾ ഇങ്ങനെ എന്താണ് 2, 3, 4, 1 എന്ന ക്രമത്തിലാണ് വരിക. അടുത്ത ചോദ്യം, കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ളത് വരുന്നത്? ഒന്നാമത്തെ പ്രസ്താവന, കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത് 2017 ജൂൺ 17 പ്രസ്താവന ശരിയാണോ? പ്രസ്താവന ശരിയാണ്. KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. പ്രസ്താവന ശരിയാണോ? പ്രസ്താവന ശരിയാണ്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ശരിയാണോ? ആ പ്രസ്താവനയും ശരിയാണ്. ഇന്ത്യയിലെ 18ാമത്തെ മെട്രോ റെയിലാണിത്. പ്രസ്താവന ശരിയാണോ? പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ഏതാണ് ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത്? 1ഉം 2ഉം അതുപോലെ തന്നെ 3ഉമാണ് ശരിയായിട്ട് വരിക. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? താഴെ കൊടുത്തിരുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നിട്ടാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. 16ാം ഉച്ചകോടിയാണ് ക്യാസനിൽ നടന്നത്. 16ാം ഉച്ചകോടിയാണോ ക്യാസനിൽ നടന്നത്? പ്രസ്താവന ശരിയാണല്ലേ. പ്രസ്താവന ശരിയാണ്. കാസൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. പ്രസ്താവന ശരിയാണ്. പ്രസ്താവന തെറ്റാണ്. ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പ്രസ്താവന തെറ്റാണ്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. പ്രസ്താവന ശരിയാണോ? ശരി തന്നെയാണ്. 1ഉം 4ഉമാണ് ശരി. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ ISROയുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ISRO സ്ഥാപിച്ചത് 1998 ശരിയാണോ? ശരിയായിട്ട് പ്രസ്താവന ചോദിച്ചുകൊണ്ട് തന്നെ തെറ്റാണല്ലേ. അതിൻ്റെ ആസ്ഥാനം കൽക്കത്തയിലെ അന്തരീക്ഷ ഭവനാണ്. പ്രസ്താവന ശരിയാണോ? തെറ്റാണ്. അതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആണ്. ശരിയാണോ? ശരിയാണ്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതും ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 3ഉം 4ഉമാണ് ശരി. അടുത്ത ചോദ്യം, ജൂൺ മാസം തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏത്? ഏതാണ് കാർഷിക കാലം? ഖാരിഫ് ആണല്ലേ. ഏതാണ്? ഖാരിഫാണ്. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏത്? ഏതാണ് ഉദാഹരണമായിട്ട് വരിക? ആരവല്ലിയാണ്. ആരവല്ലി. കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ഏത്? ആന്ത്രാസൈറ്റ് എന്ന് പറയുന്നത്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ആന്ത്രാസൈറ്റ്. ഇനി മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമമൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമമൂലം നിർബന്ധമാക്കിയിട്ടുള്ള ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണല്ലേ. ഏതാണ്? തമിഴ്നാടാണ്. തമിഴ്നാടാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ
കിബുൾ ലംജോവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഏതാണ്? മണിപ്പൂറാണ്. മണിപ്പൂർ. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വെയ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ മെക്സിക്കോയിലെ വെട്ടിച്ചുട്ട് കൃഷി അറിയപ്പെടുന്നത്, മെക്സിക്കോയിലെ വെട്ടിച്ചുട്ട് കൃഷിയാണ് മിൽപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ, മിൽപ്പ. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ഹിമാലയൻ പർവ്വതനിരകൾക്ക് സുപ്തിക വന സമ്പത്ത് നശീകരണം തടയുന്നതുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതഫലനമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിലാണ് വരുന്നത്. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവള വ്യവസായം ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം, ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ് സംസ്ഥാനമായിട്ട് വരിക? നോക്കിക്കേ, ഏതാണ്? മധ്യപ്രദേശാണ് കേട്ടോ, മധ്യപ്രദേശാണ്. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ആര് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഇത് ലഭിക്കാത്ത സാഹിത്യകാരൻ ആരാണ്? ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ, ഏത് എന്ന് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ് വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടുള്ള കമ്മീഷൻ? ഒന്ന് രാധാകൃഷ്ണൻ കമ്മീഷനാണ്, അതുപോലെ തന്നെ കോത്താരി കമ്മീഷനാണ്. 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 1957 കേരള സർവകലാശാലയിൽ മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് ഏത് വർഷമാണ്? 1937. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് സമരവും ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം? ഏത് സമരവും ബന്ധപ്പെട്ടതാണ്? ഇനി അങ്ങോട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ എപ്പോഴും PSC പരീക്ഷയിൽ പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. നമ്മൾ അതായത് 2024, 2023 റിപ്പീറ്റ് ചെയ്ത 10th പ്രിലിംസിന് സിലബസിനോട് സിമിലാരിറ്റി വരുന്ന ചോദ്യപേപ്പർ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിരുന്നു. അതിൻ്റെ PDF സെറ്റാണ് നിങ്ങൾക്ക് നൽകിയിരുന്നത്. ആ PDF സെറ്റിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ PDF സെറ്റ് അത് നോക്കി പഠിച്ചവർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് എന്തായാലും ഉപകാരപ്പെട്ട് കാണും. കാരണം ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങളെല്ലാം ആ PDF സെറ്റിൽ നിന്നുള്ളതായിരുന്നു. ഈ പറയുന്ന ചോദ്യമൊക്കെ താഴെ പറഞ്ഞ് ഏത് സമരവും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ്? ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇന്ത്യ താഴെ പറയുന്ന എവിടെയാണ് ഡെൻമാർക്കിൽ ആധിപത്യം സ്ഥാപിച്ചത്? എവിടെയാണ് സ്ഥാപിച്ചത്? ട്രിങ്കിബാറിലാണ്. ഓപ്ഷൻ ഡി ആണല്ലേ. താഴെ നൽകിയിട്ടുള്ള ഈ സംഭവങ്ങളിൽ തെറ്റായത് ഏത്? കുണ്ട്ര വിളംബരം 1809 കറക്റ്റാണ്. കുളച്ച് യുദ്ധം 1841 കറക്റ്റാണ്. ആറ്റിങ്ങ കലാപം 1721 അതും കറക്റ്റാണ്. കുറിച്ച് കലാപം 1810 ആണോ? അല്ല. നേരത്തെ ചോദ്യം നമ്മൾ കണ്ടായിരുന്നല്ലേ, 1812 കുറിച്ച് കലാപം നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയതായിരുന്നു. താഴെ പറഞ്ഞ കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി വേദാധികാര നിരൂപണമാണല്ലേ, വേദാധികാര നിരൂപണമാണ്. ദേശീയ വിദ്യാഭ്യാസ നയം നവംബർ 11 താഴെ പറയുന്നവ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. തേങ്ങാഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണത്? ബംഗാളിലാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയതാണ്. ആ ഒരു ഭാഗത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിൽ നിന്നുള്ളതും അതുപോലെ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ശരിയാണോ? ശരിയാണ്. ആദ്യ ചെയർപേഴ്സൺ ജസ്റ്റിസ് രംഗനാഥ സ്വാമി മിശ്രയാണ്. ശരിയാണോ? അതും ശരിയാണ്. 1993 ഡിസംബർ 10 ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു. പ്രസ്താവന ശരിയാണോ? തെറ്റാണല്ലേ. ചെയർപേഴ്സൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഇതിൽ ഏത് പ്രസ്താവനയാണ് പ്രസ്താവന ശരിയാണോ? അതും ശരിയാണ്. ഓപ്ഷൻ ബി 1ഉം 2ഉം അതുപോലെ തന്നെ 4ഉമാണ് ശരിയായിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? ഓപ്ഷൻ സി ആണല്ലേ. എസ് സോമനാഥും ഭുവനേശ്വരിയുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വീണ്ടും കുറിച്ച് കലാപത്തെക്കുറിച്ചുള്ള ചോദ്യം വന്നിരിക്കുന്നു. കുറിച്ച് കലാപം ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1812 കുറിച്ച് ലഹള ഉണ്ടായത് ശരിയാണോ? അത് 3ാമത്തെ ചോദ്യമാണല്ലേ കുറിച്ച് കലാപവുമായി ബന്ധപ്പെട്ട്. പ്രസ്താവന ശരിയാണ്. വയനാട് ജില്ലയിൽ കുറിച്ച് കുംഭര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആണോ? അല്ല. പ്രധാന നേതാവ് രാമനമ്പിയാണ്. ശരിയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാർ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയാണ്. ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള ലഹളയാണോ? അതും ശരി തന്നെയാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് റൈറ്റ് ആൻസർ ആയിട്ട്. 3ഉം 4ഉമാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ്? അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക കേരളീയ
സുഗുണനം ബോധിനിയാണ് ആദ്യത്തെ മാസികയായിട്ട്, കേരള വനിതാ മാസികയായിട്ട് വരുന്നത്. അടുത്തത് മൗലിക ചുമതലയും ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവന ശരിയായിട്ടുള്ളത് ഏത്? മൗലിക ചുമതലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത്? മൗലിക ചുമതലയുമായി ബന്ധപ്പെട്ട് 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലയെക്കുറിച്ച് പരാമർശനം ഇല്ലായിരുന്നു. ശരിയാണോ? പ്രസ്താവന ശരിയാണ്. അതുപോലെ തന്നെ സർക്കാരി കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതല കൂട്ടിച്ചേർക്കപ്പെട്ടത്. പ്രസ്താവന തെറ്റാണ്. 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവദിക്കപ്പെട്ട 10 ചുമതല കൂട്ടിച്ചേർത്തു. ശരിയാണോ? ശരിയാണ്. 1ഉം 3ഉമാണ് ശരി. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ളത്? ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, നമ്മൾ ദേശീയ ഗീതത്തെക്കുറിച്ചും ദേശീയ ഗാനത്തെക്കുറിച്ചും ദേശീയ ചിഹ്നത്തെക്കുറിച്ചും ഒക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് എടുത്തിരുന്നു. അതിനുള്ള ചോദ്യമാണിത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. പ്രസ്താവന ശരിയാണോ? പ്രസ്താവന ശരി തന്നെയാണ് അല്ലേ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് നമ്മുടെ ദേശീയ ഗീതം. ഇനി ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. ശരിയാണോ? പ്രസ്താവന തെറ്റാണ്. ദേശീയ ഗാനത്തോടൊപ്പം തുല്യ പദവിയിലാണ് ദേശീയ ഗീതത്തിനുള്ളത്. പ്രസ്താവന ശരിയാണോ? ശരിയാണ്. 1ഉം 3ഉമാണ് ശരി. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, വിവരാവകാശ കമ്മീഷനും ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ? വിവരാവകാശ കമ്മീഷൻ നമ്മൾ എടുത്തതാണ്. ഈ പറയുന്ന പ്രസ്താവനയെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോയതാണ് അല്ലേ. ഏതൊക്കെയാണ്? വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം തുടക്കം കുറിച്ച് രാജസ്ഥാനിലാണ്. ശരിയാണോ? ശരിയാണ്. മസൂർഗിസ്ഥാൻ ശക്തി സംഘടന എന്ന സംഘടന നേതൃത്വം നൽകിയത്. പ്രസ്താവന ശരിയാണ്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. ശരിയാണ്. 3 പ്രസ്താവനയും ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പാലക്കാടും ചേലക്കരയുമാണ് കേട്ടോ. പാലക്കാടൻ ചേലക്കരയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏത്? ഏതാണ് ഇതിൽ പെടാത്ത മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? നോക്കിക്കേ. ഒന്ന്, ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്ന പ്രചരിപ്പിക്കുന്ന അവകാശം ഉണ്ടോ? ഉണ്ട്. മതസ്ഥാപനം ഉണ്ടാക്കാനും സ്ഥാപന ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുള്ള അവകാശം ഉണ്ടോ? ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയുള്ള ധനസഹായത്തിൽ പ്രവർത്തന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. ശരിയാണോ? അതും ശരി തന്നെയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കുക നടത്തുന്നതിനുള്ള അവകാശം. ഇവിടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ? 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയാണ്? ഇനി അങ്ങോട്ടുള്ള ചോദ്യങ്ങളും കുറച്ച് എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയാണ്? റഷ്യയിലാണ്. റഷ്യ. കേരളത്തെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം? ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിലെ ആകെ ലോകസഭാ സീറ്റുകളുടെ എണ്ണം എത്ര ലോകസഭാ സീറ്റുകളുണ്ട്? 20 ലോകസഭാ സീറ്റുകളാണുള്ളത്. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? റോഷി അഗസ്റ്റിൻ ആണ് അല്ലേ. റോഷി അഗസ്റ്റിൻ. കേരളത്തിൽ പടിഞ്ഞാറോട്ടോട് നദികളുടെ എണ്ണം എത്ര നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു? 41. ബാക്കി 3 കിഴക്കോട്ടും 1 ഒഴുകുന്നു. മൊത്തം 44 നദികൾ കേരളത്തിലുണ്ട്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണത്? വയനാട് ജില്ലയാണ്. ഏതാണ്? വയനാട് ജില്ലയാണ്. അപ്പോൾ ഇത്രയും ഒരു ചോദ്യങ്ങളും അല്ല എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. ഇനി വരുന്നതും അതിൽ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകളുണ്ടായിരുന്നു? എത്ര ജില്ലയാണ് കേരളം രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്? 5 ജില്ലകളാണ് അല്ലേ. കേരള നവോത്ഥാനത്തിന് വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ശ്രീ നാരായണ ഗുരുവാണ്. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? അത് പറമ്പിക്കുളമാണ്. ഏതാണ്? പറമ്പിക്കുളമാണ്. ആത്മവിദ്യ സംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യ സംഘം സ്ഥാപിച്ചത് വാഗ്ഫടാനന്ദനാണ് ആത്മവിദ്യ സംഘം സ്ഥാപിച്ചത്. 1817 ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിന് ശ്രദ്ധേയമായ പരിഷ്കാരം ഏതായിരുന്നു? ഏതാണ് ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിന് ശ്രദ്ധേയമായ പരിഷ്കാരം എന്ന് പറയുന്നത്? ഏതാണ് 1817 പാർവതിബായി പുറപ്പെടുവിച്ച കേരളത്തിൽ ശ്രദ്ധേയ പരിഷ്കാരം? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ടല്ലേ യോഗക്ഷേമ രൂപീകരിക്കുന്ന നേതൃത്വം നൽകിയത് ആരാണ് യോഗക്ഷേമവുമായി ബന്ധപ്പെട്ട വ്യക്തി? VT ഭട്ടതിരിപ്പാടാണ് അല്ലേ. കേരളത്തിൽ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ട വർഷം 1861 കേരളത്തിൽ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെടുന്നത്. പയ്യന്നൂർ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? മഹാത്മാഗാന്ധിയാണ്. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ടതാണ് കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. 1859 ജെയിംസ് ടാറ കയർ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. തിരുവിതാംകൂർ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളും ബന്ധമില്ലാത്തത് ഏത്? രാഷ്ട്രീയ പ്രക്ഷോഭം ബന്ധമില്ലാത്ത ഏതാ? കിഴിയൂർ ബോംബ് കേസാണ് അല്ലേ.
വൈക്കം സത്യാഗ്രഹം നേതൃത്വം വഹിച്ച വ്യക്തി ആരായിരുന്നു വൈക്കം സത്യാഗ്രഹവും ബന്ധപ്പെട്ട വ്യക്തി? TK മാധവനാണ്. 1927 കോലഞ്ചേരി നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? ജനസംഖ്യ അനുപാത സംഭരണമാണ്. ബാക്കി ഭരണപരിഷ്കാരവും കുടിയായ്മ പ്രശ്നവും ഖിലാഫത്തും ഒക്കെ അതിൽ ഉൾപ്പെടുന്ന പ്രശ്നങ്ങളായിരുന്നു. മലയാള ഭാഷയിൽ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയാണ്? അർണോസ് പാതിരിയുടെ സംഭാവനയാണ്. വൃക്കയിലെ രക്തം കൊണ്ടുവരുന്ന കുടൽ ഏതാണ്? വൃക്കധമനിയാണ്. ഇനി നേത്ര വൈകല്യം ഉണ്ടാകുന്ന ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കണ്ണിൽ ലെൻസിന്റെ ഗ്ലാസ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ, തെറ്റാണ്. വൈറ്റമിൻ ബിയുടെ കുറവും നിശാന്തി കാരണമാകുന്നു, തെറ്റാണ്. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലൂക്കോമ, ശരിയാണ്. കണ്ണിൽ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം, ശരിയാണ്. ബി ആണ് റൈറ്റ് ആൻസർ വരിക കേട്ടോ. 3ഉം 4ഉമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്തത് ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ആരാണ്? വാൾട്ടർ ജി റോസർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? പ്ലാസൻ്റയാണ് അല്ലേ? പ്ലാസൻ്റയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കോശശ്വസനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന വരുന്നത്? ഇതിൽ ഗ്ലൂക്കോസ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിൽ ഏത് അവയവത്തെ കാണപ്പെടുന്നു? ഏതാണ് വിട്രിയസ് ദ്രവം കാണപ്പെടുന്നത്? അറിയാൽ എല്ലാവർക്കും. കണ്ണാണ്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയതും കോശങ്ങൾ ചേർന്ന കല ഏതാണ് ആ കല? സ്ക്ലീറൻ കൈമയാണ്. ഏതാണ്? സ്ക്ലീറൻ കൈമ. ചെറുകുടലിനകത്തെ പോഷക ആകിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ് ആ ഭാഗം? വില്ലസുകളാണ്. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന ഭാഗം ഏതാണ്? ന്യൂക്ലിയസുകൾ ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത് മൊനീറയാണല്ലേ? മൊനീറ. അടുത്തത് ഭീമാകാരത്തും ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലും ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഏതാണ്? സൊമാറ്റോട്രോഫിനാണ്. ഓപ്ഷൻ ഡി ആണ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? ബാരോമീറ്റർ ആണ് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ചില പ്രസ്താവന തന്നിരിക്കുന്നവയിൽ ജെ തോമസുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ് ജെ തോമസുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന എന്ന് പറയുന്നത്? പ്ലംബുട്ടി മാതൃക മുന്നോട്ട് വെച്ച് ബന്ധപ്പെട്ടതാണ്. ഇലക്ട്രോണിനെ കണ്ടെത്തി ബന്ധപ്പെട്ടതാണ്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം നടത്തി ബന്ധപ്പെട്ടതാണ്. ന്യൂട്രോണിനെ കണ്ടെത്തി ബന്ധപ്പെട്ടതല്ല. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ്? യാന്ത്രികോർജ്ജം വൈദ്യോർജ്ജമായിട്ടാണ് ജനറേറ്ററിൽ മാറുന്നത്. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനം ഏതാ? തോറിയമാണ്. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം. അടുത്തത് ലീച്ചിങ് എന്ന സാന്ദ്രീകരണ രീതി ഉപയോഗിക്കുന്ന ഏത് ലോഹത്തിൻ്റെ അയിരനാണ്? ഏതാണ്? അലുമിനിയത്തിൻ്റെ അയിരനാണ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഐസോബാറുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജത്തിന് എന്തു മാറ്റം സംഭവിക്കുന്നു? ഗതികോർജ്ജം 4 മടങ്ങാകും. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് കൂട്ടത്തിൽ പെടാത്തതായിട്ട് വരുന്നത്? വേഗമാണ് കൂട്ടത്തിൽ പെടാത്തതായിട്ട് വരുന്നത്. അടുത്തത് റബ്ബറിൻ്റെ മോണോമറാണ് ചോദിച്ചേക്കുന്നത്. ഐസോപ്രസിനാണ് റബ്ബറിൻ്റെ മോണോമറായിട്ട് വരുന്നത്. റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? ഐസോപ്രസിനാണ്. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ആരാണ്? ഹെൻറി ബെക്കോറലാണ് റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത്. ഇനി മാത്സ് ചോദ്യങ്ങളാണ് കേട്ടോ. ഇത് ചുമ്മാ ഇത് ആൻസർ മാത്രമാണ് കേട്ടോ പറഞ്ഞു പോകുന്നുള്ളൂ. ജസ്റ്റ് ആൻസർ മാത്രമേ പറയുന്നുള്ളൂ. 81 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 82 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 83 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 84 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് 84. 85 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 41 ആണ്. 86 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ 4 ആണ്. 87 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 6 ആണ്. 88 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി 1990 ആണ്. 89 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി 23,500 ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 90 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 0 ആണ്. ഇനി 91 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 92 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ്. 93 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആണ്. 94 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ്. 95 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 96 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ്. 97 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ്. 98
റൈറ്റ് ആൻസറായിട്ട് വരുന്നത് 98 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് എ ആണ് കേട്ടോ. 98 എ. 99 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ബി ആണ്. 100 റൈറ്റ് ആൻസറായിട്ട് വരുന്നതും ബി തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലുള്ളത്. പകുതി ചോദ്യങ്ങൾ എളുപ്പമുള്ള ചോദ്യങ്ങളും പകുതി ചോദ്യങ്ങൾ പാടുള്ള ചോദ്യങ്ങളായിരുന്നു. കുറേ സ്റ്റേറ്റ്മെൻറ്റ് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ റിലേറ്റഡ് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓരോ ടോപ്പിക്ക് ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിൽ നിന്ന് റിപ്പീറ്റ് ചോദ്യങ്ങളുണ്ടായിരുന്നു. അത് നമ്മൾ 2024-ലെയും 2023-ലെയും മുൻവർഷ ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കാൻ തന്നിരുന്നു. ആ ചോദ്യങ്ങളിൽ നിന്ന് ധാരാളം റിപ്പീറ്റഡ് ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കില്ല ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിലോ മോഡൽ പരീക്ഷ എഴുതി നോക്കാൻ താല്പര്യമുണ്ടെങ്കിലോ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നമ്പറിലോ മെസ്സേജ് ചെയ്യാൻ മതിയാകും. താങ്ക് യു.